പവിത്രം സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം ശ്രീനിവാസൻ സാറിന്റെ ഭാര്യയുടെ കൂടെ പോയിട്ട് ജോത്സ്യം പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ജോത്സ്യം പറഞ്ഞത് ഞാൻ സാധാരണ ജോത്സ്യന്മാരെ പോലെ കവടി നിർത്തിയിട്ട് കാര്യം കണ്ടെത്തുന്ന ആളൊന്നുമല്ല. വിക്രം ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ സാധാരണ ജോത്സ്യന്മാരെ പോലെ സ്വാമിയുടെ ഫോട്ടോകളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതെന്ന്. എന്നാൽ ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് മോഹിച്ചെടുത്ത് മനുഷ്യന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാവുന്ന ഒരു കോസ്മെറ്റിക് സയൻസ് എടുത്ത ആളാണെന്നൊക്കെ പറയും. ഞാൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. ഏതായാലും വിക്രമിന്റെ കാര്യത്തിലേക്ക് വരാം. വിക്രമിന്റെ വിഷയം ഇപ്പോഴും ഒരു സ്ത്രീയല്ലേ എന്ന് ചോദിക്കും. അന്നേരം വിക്രം അതേന്ന് പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാറിന്റെ ഭാര്യ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ജ്യോത്സ്യൻ പറയുന്നുണ്ട് വിഷകന്യക എന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട് വിക്രത്തിന്. വിഷകന്യകയെ പോലൊരു സ്ത്രീ വിക്രത്തിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു കൂടിയിട്ടുണ്ട് എന്നൊക്കെ വിക്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട ആ ജ്യോത്സ്യന്. എന്നിട്ട് ഇതൊരു നെഗറ്റീവ് എനർജിയാണെന്ന് പറയുന്ന സമയത്തിന് വിഷകന്യക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കട്ടെ സുധ. അന്നേരം ജ്യോത്സ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിഷകന്യകയായ ഒരു സ്ത്രീ ഒരു ആണിനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ ആണിന്റെ കാര്യം പോക്കാന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അന്നേരമൊക്കെ വിക്രം ഏതേക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. എന്നിട്ട് അതിന് പരിഹാരമായിട്ടൊരു യന്ത്രമുണ്ട്, അത് വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ജ്യോത്സ്യൻ അവിടെ നിന്ന് വിക്രമിനെ പറഞ്ഞു വിടുന്നത്. ഏതായാലും ഞങ്ങൾ അതിനെ പറ്റിയിട്ടൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വിക്രമും സുധയും അവിടെ നിന്നും തിരിച്ചു പോരുന്നത്. അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് സുധ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട് അല്ല ഇതൊരു തട്ടിപ്പാണോ എന്ന് എനിക്കൊരു സംശയം. അയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് അത്രമാത്രം അങ്ങ് വിശ്വസനീയമല്ല എന്ന് പറയാണ്. അന്നേരം സുധ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിന്റെ ശ്രീനിവാസൻ സാറുണ്ടല്ലോ, അയാൾ ഗുണ്ടാ പണിയൊക്കെ നിർത്തിയിട്ട് ഇപ്പം നല്ലൊരു രാഷ്ട്രീയക്കാരനായി മാറിയത് ഇയാളുടെ പണി കൊണ്ടാണ്. എന്താണെങ്കിലും നിനക്ക് നല്ലൊരു നെഗറ്റീവ് എനർജി ഉണ്ട്, ആ കാര്യം നീ ഒന്ന് സൂക്ഷിച്ചാൽ നന്നു എന്നും പറഞ്ഞു കൊടുക്കാട്ടെ സുധ. വിക്രത്തിനാണെങ്കിൽ ഇന്നേ വരെ ജ്യോത്സ്യത്തിനൊന്നും വലിയൊരു വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ വിക്രം ശരിക്കും അതൊരു കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അങ്ങനെ വിക്രം ഏതായാലും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വിക്രം ഉമ്മറത്ത് വന്നിട്ട് ആ ഒരു തിണ്ണയിലിരുന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് വിഷ്ണു വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് നീ എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്, ഇന്നെടുത്ത കൊട്ടേഷനൊന്നും അങ്ങ് ശരിയായില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് വിഷു ഇങ്ങനെ നോക്കിയിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് വിഷുവേട്ടൻ ഇവിടെ നിന്ന് ഇരുന്നേ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറയാണ് വിക്രം. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് ആഹാ എന്നോടോ, നല്ല കാര്യമല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആകാംക്ഷയോട് കൊടുത്തിട്ട് വിഷുവിന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വിഷു ഇങ്ങനെ എന്തൊക്കെയോ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. വിഷു പറയുന്നത് ചെറുപ്പത്തിലേ മുതൽ നീ ഇങ്ങനെ തന്നെയാണ്, നിന്റെ എല്ലാ കാര്യങ്ങളും നീ എന്നോട് തന്നെയാണ് പറയാറുള്ളത്. നീ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ എന്നോട് വന്ന് പറയും, എന്നിട്ട് അതിനെല്ലാം പരിഹാരം കാണുന്നത് ഞാനാണെന്നിങ്ങനെ വിഷു പറയുന്ന സമയത്തിന് വിക്രം പറയുന്നിട്ട് ഒന്ന് മിണ്ടാതിരുന്നേ വിഷുവേട്ടാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോകുമ്പോഴാണ് അങ്ങേരുടെ ഒരു ശൈശവം എന്നൊക്കെ പറയണ വിക്രം. ആണോ എന്നാൽ നീ കാര്യം പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് വിഷുവേട്ടൻ ഈ നെഗറ്റിവിറ്റിയിൽ വല്ല വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നെഗറ്റിവിറ്റി എന്ന് ചോദിക്കുന്ന സമയത്തിന് നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റി എന്ന് പറയും. വിശ്വം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ ഇതും കേട്ടുകൊണ്ട് തന്നെ വേദം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം പറഞ്ഞിട്ട് സത്യത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു നെഗറ്റിവിറ്റിയുള്ള ആൾ കയറി വന്നാൽ പിന്നെ ആ വീട്ടിലുള്ള എല്ലാവരെയും നശിപ്പിക്കും എന്നൊക്കെ പറയാണ്. അന്നേരം വിശ്വം ചോദിക്കുന്നതിന് അങ്ങനെ ഒരു സംഭവം കൊണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നിട്ട് ഉണ്ട്, കോസ്മെറ്റിക് സയൻസ് എന്നൊരു സംഭവമുണ്ടല്ലോ, അതെ ഞാനന്ന് അത് പഠിച്ച ഒരു നാരായണസ്വാമിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം നാരായണസ്വാമിയോ എന്ന് വിശ്വം ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് നെയ്യാറ്റിൻകാരൻ്റെ നാരായണസ്വാമി, ഞാൻ ഇന്ന് അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അയാൾ പറയാണ് നെഗറ്റിവിറ്റി ഉള്ള ഒരാൾ വീട്ടിലേക്ക് കയറി കൂടിയാൽ പിന്നെ ആ വീട്ടുകാരെല്ലാവരും നശിക്കും, ആ വീട് മുഴുവൻ നശിക്കും, എല്ലാവരെയും നശിപ്പിക്കും എന്നൊക്കെ പറയാണ്. അന്നേരം വിശ്വം ചോദിക്കുന്നത് നീ പറയുന്നത് ചന്ദ്രൻ ചൊവ്വ ബുധൻ കേതു അതൊക്കെയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നത് ഇത് ജ്യോത്സ്യമൊന്നും അല്ല, ഇത് കോസ്മെറ്റിക് സയൻസ് ആണ്, കോസ്മെറ്റിക് സയൻസ് എന്നിങ്ങനെ വിക്രം പറഞ്ഞു കൊടുക്കണം. ഇതേ സമയത്തായിരിക്കട്ടോ ഇതും കേട്ടുകൊണ്ട് തന്നെ കമലാമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം വേദ പറഞ്ഞിട്ട് അമ്മ ഇവിടെ നിൽക്ക്, ഇത് വീട് നിന്ന് കേൾക്കുന്നിങ്ങനെ പതുക്കെ പറഞ്ഞു കൊടുക്കും. അന്നേരം ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ കമലാമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. വിക്രം ഇങ്ങനെ വായ തോരാതെ വിഷ്ണുനോട് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അന്നേ ശ്രീജയും നന്ദിനിയും അവിടെ വരുന്ന സമയത്തിന് അവരോടും അവിടെ നിന്ന് കേൾക്കാൻ പറയും. ആ സമയത്തൊക്കെ വിക്രം ഇങ്ങനെ കോസ്മെറ്റിക് സയൻസിനെ കുറിച്ചിട്ട് ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിക്രം പറഞ്ഞിട്ട് അത് എൻ്റെ ജീവിതത്തിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് പറയുന്ന സമയത്തിന് വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്ത് നിന്റെ ജീവിതത്തിലോ, അതാരാന്ന് ചോദിക്കും. അന്നേരം വിക്രം പറഞ്ഞിട്ട് എന്റെ ജീവിതത്തിലെ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് വിഷസർപ്പം പോലെ തന്നെ എന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കയറി വന്നിട്ടുണ്ട് എന്ന് പറയും. അന്നേരം പെണ്ണോന്ന് വിഷം ചോദിക്കുന്ന സമയത്തിന് കമലാമ്മ വേദിയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്തിന് നന്ദിനി സന്തോഷം കണ്ടങ്ങ് ചിരിക്കുകയാണ്. അന്നേരം വിഷം ചോദിക്കുന്നത് അത് ഏത് പെണ്ണാടാന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നിട്ട് ആ വേതാളം അല്ലാതെ ആരെന്ന് ചോദിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് കമലാമ്മക്ക് ആകങ്ങ് ഷോക്കാവാണ് കേട്ടോ. കാരണം വേദേന വിഷകന്യക എന്നൊക്കെ പറഞ്ഞത് കമലാമ്മക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അന്നേരം വിശ്വം പറഞ്ഞിട്ട് നീ ഒന്ന് പോടാ, വേദം ഒരിക്കലും അങ്ങനെയുള്ള ആളൊന്നും അല്ല എന്ന് പറയും.
അന്നേരം വിക്രം പറഞ്ഞിട്ട് വിശ്വേട്ടൻ അങ്ങനെയൊക്കെ പറയാം, പക്ഷേ വിശ്വേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നതിന് ശേഷമല്ലേ എനിക്കങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങേണ്ടിയൊക്കെ വന്നത്. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എത്രമാത്രം നെഗറ്റീവ് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് എന്നിങ്ങനെ വിക്രം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഇത് കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ കമലാമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് നിർത്തലാന്ന് പറയും. അവൻ്റെ ഒരു കോസ്മെറ്റിക് സയൻസ്, അവൻ്റെ ഒരു വിഷകന്യകയും വിഷസർപ്പും, നീ അങ്ങനെ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അങ്ങനെ നീ ജയിലിൽ പോയപ്പോഴൊക്കെ എൻ്റെ വേദമുള്ള നിന്നെ രക്ഷിക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ കമലമ്മ. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നതിന് ശേഷമല്ലേ ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നത് എന്ന് ചോദിക്കും. അന്നേരം കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്താ അതിന് മുൻപേ നീ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അന്ന് കാപ്പ ചുകത്തിട്ട് നിന്നെ അകത്തിട്ടിട്ട് അന്ന് നീ അങ്ങ് ജയിലിൽ കിടക്കേണ്ടതായിരുന്നു. എന്നിട്ട് എൻ്റെ വേദമോള് കാരണമല്ലേ നീ രക്ഷപ്പെട്ടത് എന്നൊക്കെ അങ്ങനെ കമലാമ്മ ചോദിക്കുന്ന സമയത്തിന് നന്ദിനി ഒരു കുളത്ത് കൊടുക്കണം. നന്ദിനി പറയുന്നുണ്ട്, അതെ ഈ പറയുന്നതിൽ കുറച്ചൊക്കെ സത്യമുണ്ടമ്മേ എന്ന് പറയും. അന്നേരം ശ്രീജി ചോദിക്കുന്നുണ്ട്, അമ്മയും വിക്രമും കൂടിയല്ലേ സംസാരിക്കുന്നത് നന്ദിനി, നീ എന്തിനാ അതിലിടയിൽ കയറുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുമെന്ന് പറഞ്ഞ് നിൽക്കാട്ടോ നന്ദിനി. അതെ, വേദ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം തന്നെയാണ് വിക്രം തുടരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങേണ്ടി വന്നത്. അതേതായാലും സത്യം തന്നെയാണെന്ന് പറയാണ് നന്ദിനി. അത് ചിലപ്പോൾ ഇവളുടെ നെഗറ്റിവിറ്റി കൊണ്ട് തന്നെയായിരിക്കും വിക്രമിന് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നിങ്ങനെ പറയാട്ടോ നന്ദിനി. അന്നേരം കമലാമ്മ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഗാന്ധി ഭവനിലുണ്ടായിരുന്ന വിനായകന്റെ ജോലി പോയത് എന്തുകൊണ്ടാണ്? നിന്നെ കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ? അതിപ്പോൾ നിന്റെ നെഗറ്റിവിറ്റി കൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് അതുകൊണ്ടൊന്നുമല്ല എന്നിങ്ങനെ നന്ദിനി പറയുന്ന സമയത്ത് തന്നെ കമലാമ്മ പറഞ്ഞിട്ട്, അപ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ, വേദക്ക് മാത്രമല്ലേ ഇതൊക്കെ പ്രശ്നമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കമലാമ്മ അങ്ങനെ നന്ദിനിയെ വഴക്ക് പറയാണ്. കമലാമ്മക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ഉച്ചത്തിൽ വിക്രത്തിനായിട്ട് ഇങ്ങനെ വഴക്ക് പറയുന്നതും കേട്ടുകൊണ്ടായിരിക്കട്ടോ സുധാകരൻ മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മാഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കമല ഇത്? നിന്റെ ഈ വഴക്കും പ്രശ്നങ്ങളൊക്കെ അങ്ങ് കവലയിലേക്ക് കേൾക്കാലോ, അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ ആകെ പ്രശ്നമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അന്നേരം നന്ദിനി പറഞ്ഞിട്ട്, അങ്ങനെ ഒരു പ്രശ്നത്തെക്കുറിച്ച് തന്നെയാണ് അച്ഛാ ഇവിടെ സംസാരിക്കുന്നത് എന്ന് പറയുന്ന സമയത്തിന് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് മാഷ്. അന്നേരം വിശ്വം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്ന് വിക്രം ഒരു നാരായണ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് അതിന്റെ ബാക്കിയായിട്ട് വേദ പറയുന്നുണ്ട്, എന്ത് വിക്രത്തിന്റെ ജീവിതത്തിൽ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് ഞാനാണെന്നാ പറയുന്നത് എന്ന് പറയും. അന്നേരം വിശ്വം പറയുന്നുണ്ട്, അതെ അച്ഛാ, കോസ്മെറ്റിക് സയൻസ് ആണ് അയാൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വിക്രമിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കയറി വന്നിട്ടുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. ആ ഒരു പെണ്ണ് കാരണമാണ് വിക്രത്തിൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെയാണ് അയാൾ പറയുന്നതെന്നൊക്കെ പറയായിരിക്കും വിശ്വം. അന്നേരം മാഷ് ചോദിക്കുന്നൊരു ഗുണ്ടാ പണിയും കൂലിത്തല്ലുമായിട്ട് നടന്നിരുന്ന ഇവന് ഇപ്പോഴാണോ പ്രശ്നങ്ങൾ ഉണ്ടായത്? പഠിക്കാൻ വിട്ട കാലത്ത് ഇവൻ ചെയ്തിരിക്കുന്ന ക്രൈമുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്തിന് അത് ഇതിനേക്കാൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് മാഷ്. ഏതായാലും വിക്രം തന്നെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദ ആകെ വിഷമത്തിലിരിക്കുന്നത് കാണുന്ന സമയത്തിന് മാഷിന് സങ്കടമായിരിക്കും. മാഷ് ഇങ്ങനെ വേദയോട് പറയുന്നുണ്ട്, മോൾ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോഴേക്കും അച്ഛൻ മോളോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? മോള് ഭക്ഷണം കഴിക്കുന്നത് വിലക്കിയില്ലേ? ഇവിടെ കിടക്കുന്നത് പോലും വിലക്കിയില്ലേ? അതൊരിക്കലും അച്ഛന് മോളോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല. മോൾ ഇതുപോലുള്ള ആഭാസന്മാരുടെ കൂടെ കൂടിയിട്ട് മോളുടെ ജീവിതം പോലും നശിപ്പിക്കണ്ട എന്ന് വിചാരിച്ചത് തന്നെയാണ്. വൈഡൂര്യത്തിൻ്റെ വില എല്ലാവർക്കും തിരിച്ചറിയണമെന്നില്ല, അത് ചിലവർക്ക് മാത്രമേ തിരിച്ചറിയുള്ളൂ എന്നൊക്കെ പറയട്ടെ മാഷ്. അല്ലാത്തവർക്ക് അത് വെറും വെള്ളാരം കല്ല് മാത്രമായിരിക്കും വെള്ളാരം കല്ല്. നീ ഏതായാലും ഈ വീട്ടിൽ നിന്നൊരു വെറും വെള്ളാരം കല്ലാവാതെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമോളെ. ഇനിയും സമയം വൈകിട്ടില്ല എന്നൊരു തോന്നൽ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇനിയും നീ ഇവിടെ നിന്നിട്ട് വെറുതെ സമയം കളയണ്ട. മോളുടെ മുന്നിൽ ഇനിയും അവസരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേദമോളെ ഉപദേശിച്ചുകൊണ്ട് തന്നെ മാഷ് അവിടെ നിന്നങ്ങ് കയറി പോവാണ്. ഏതായാലും അച്ഛൻ്റെ മനസ്സിൽ തന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ വേദക്കത് സന്തോഷമായിരിക്കും. ഏതായാലും എല്ലാവരും അകത്തേക്കങ്ങ് കയറി പോകുന്നുണ്ട്. എല്ലാവരും അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം നന്ദിനി മാത്രം വേദയുടെ അടുത്ത് നിൽക്കാട്ടോ. ആ സമയത്തിന് നന്ദിനി ചോദിക്കുന്നുണ്ട്, അതെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് എന്തെന്ന് ചോദിക്കും വേദ. അതെ, വെള്ളാരങ്കല്ലായിട്ട് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാനാ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട്, ഓ നന്ദിനിയെടുത്തി അതിന് അങ്ങനെയാണോ അർത്ഥമാക്കിയിരിക്കുന്നത്? പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടത്. വൈഡൂര്യത്തിന്റെ വില ചില വിവരദോഷികൾക്ക് മനസ്സിലാവില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതിലേതായാലും നന്ദിനിയെടുത്തിയും പെടുമെന്നൊക്കെ പറയണം. അപ്പോൾ എന്ന് പോയി എന്ന് പറയുന്ന സമയത്തിന് എടി എന്ന് പറഞ്ഞ് നിൽക്കും. അപ്പോൾ പോവാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് വേദ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം വേദയുടെ ദേഷ്യം കാണുന്ന സമയത്തിന് നന്ദിനി ഓടിയിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോകും. നന്ദിനി അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം വേദക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഒരിക്കലും വിക്രം തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഒട്ടും തന്നെ വേദ വിചാരിച്ചിരുന്നില്ല. വിക്രം പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടിട്ട് ചങ്ക് പൊട്ടി ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന വേദയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.